എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് ബിഷപ്പേഡ് സ്കൂളിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു 5 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഒരു നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 5 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് 2 കാർ വരെ ഇടാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നമുക്കൊരു 300 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ കാണുന്ന വില്ലയ്ക്കത്തുള്ള എല്ലാ വീടും നമുക്ക് സെയിലായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് വീടാണ് ഈ വരുന്ന വീട്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 38 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ലോണും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി നമുക്ക് ഏകദേശം 12 കിലോമീറ്ററും ഇവിടുന്ന് എയർപോർട്ട് പോകാൻ 16 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിവിടെ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് സ്കൂള്, ഹോസ്പിറ്റൽ, കോളേജ്, മാർജിൻ ഫ്രീ മാർക്കറ്റ് എല്ലാം തന്നെ വരുന്നുണ്ട്. നമുക്ക് ഈ വീട് ചെയ്യുന്ന വാസ്തു ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് വീട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ ഇന്റർലോക്ക് ഒക്കെ വന്നിട്ട് നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഇന്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, നമുക്കൊരു നോർമൽ ഗേറ്റ്, മടക്ക് ഗേറ്റും വരുന്നുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, നമുക്ക് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാൻ നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നല്ലൊരു ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഗ്ലാഡിങ്ങിൽ നമ്മുടെ ടെയിലും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ 3 ചുറ്റും നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാനും അതേപോലെ നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളും നടാൻ വേണ്ടി നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. നമുക്ക് വേസ്റ്റ് എത്തിക്കാനായിരുന്നാലും നമുക്കിവിടെ നല്ല സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്ന നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് സിറ്റ് ഔട്ടൊക്കെ വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ നമുക്ക് ഗ്ലാഡിങ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടെസ്റ്റർ വർക്ക്, നമ്മുടെ ടെസ്റ്റർ പൊട്ടിയിലെ ഡിസൈൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ സ്പോട്ട് ലൈറ്റ്, നമ്മുടെ സിറ്റ് ഔട്ടിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ വുഡൊക്കെ വന്നിട്ട് നമുക്ക് ഫുൾ പ്ലാവാണ്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ടെയിൽ വന്നിട്ട് നമുക്ക് 4x2 ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഡോറൊക്കെ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊത്തു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട്ടിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. 3 വലിയൊരു ബെഡ്റൂമാണ്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ വന്നിട്ട്. ലിവിംഗ് ഏരിയ വരുന്നുണ്ട്, നമുക്കിവിടെ ഡൈനിങ് സെക്ഷനും വരുന്നുണ്ട്. നമ്മുടെ ലിവിംഗ് ഏരിയയുടെ സ്പേസ് വന്നിട്ട് 20x12 നമ്മുടെ ലിവിംഗ് ഏരിയയുടെ സ്പേസ് വരുന്നത്. നമുക്കിവിടെ 4x2 ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. 4 സീലിംഗിൽ നമ്മുടെ ലൈറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫാം ലൈറ്റാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് ഫുൾ വൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചെറിയ ടെസ്റ്റർ വർക്കും അകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിവിംഗ് ഏരിയയിലെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. നമുക്കിവിടെ നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ഡൈനിങ് സെക്ഷനാണ്. നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. നമുക്ക് ഡൈനിങ് സെക്ഷനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസും വരുന്നുണ്ട്. വാഷ് ബേസൊക്കെ നമ്മൾ നല്ല പ്രീമിയം ലുക്കിലാണ് വാഷ് ബേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്ലാക്ക് ആൻഡ് സിൽവർ ഗോൾഡ് കോമ്പിനേഷനിലാണ് നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട് 6x10 നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വരുന്നത്. നമുക്കിവിടെ വലിയൊരു മേശ വരെ ഇടാൻ പറ്റിയ ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ലിവിംഗ് ഏരിയ എന്ന് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ കാണുന്ന ബെഡ്റൂം വന്നിട്ട് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x11 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ അകത്ത് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. കബോർഡൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ നല്ല പ്രീമിയം വുഡിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ഇത് ആവശ്യാനുസരണത്തിന് നമുക്കിത് മാറ്റി വയ്ക്കാനും പറ്റും. നമുക്കിത് ചെവിലിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, നമുക്ക് ഇഷ്ടത്തിന് മാറ്റി വയ്ക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. നമുക്കിവിടെ വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമുക്ക് ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമ്മുടെ ടെയിലൊക്കെ വന്നത് നല്ല ട്രെൻഡിങ്ങുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത് വരുന്നത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് 11x11 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. നമുക്കിവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് അത്യാവശ്യക്കാരാണെങ്കിൽ നമ്മൾ കബോർഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയ വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് ട്രെൻഡിങ്ങുള്ള ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് 38 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ മാറിയാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ ബിഷപ്പേഡ് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് വരുന്നത്. നമുക്കൊരു വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയുള്ള എല്ലാ വീടും നമുക്ക് സെയിലായിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് വീടാണ് ഈ വരുന്ന വീട്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് 10x10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ വാഷ്റൂം നമുക്ക് ചെയ്തിരിക്കുന്നത് സെയിം മെത്തേഡിലാണ് വാഷ്റൂം വരുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ഒരേപോലെയാണ്. നല്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടെയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ കിച്ചണാണ്.
നമുക്കിവിടെ കിച്ചണും വരുന്നുണ്ട്, ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട്. കിച്ചണിൽ നമ്മൾ 2 കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. നമുക്കിവിടെ ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് ഈ ഓപ്പൺ കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. വർക്ക് ഏരിയയിൽ നമുക്കൊരു ചെറിയ സിങ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആലുവ അടുപ്പ്, നമുക്ക് പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ അമ്മിക്കല്ലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്ക് ഏരിയയാണ്. അപ്പോൾ നമുക്ക് വർക്ക് ഏരിയയും കൂടെ നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണിത്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് കിണറും വരുന്നുണ്ട്. നമുക്ക് നനകല്ല് ബാക്ക് സൈഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് നമുക്ക് ബാക്ക് സൈഡിലാണ് വരുന്നത്. ബാക്ക് സൈഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ 3 സൈഡ് നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൻ്റെ സൈഡിൽ നമുക്ക് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷിയും കാര്യങ്ങളും ചെയ്യാനുള്ള നമുക്ക് നല്ല സ്പേസാണ് വരുന്നത്. നമുക്കിവിടെ ചിപ്സാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല. നമുക്ക് വീടിനോട് ചേർന്ന് നമുക്ക് കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ചിപ്സാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് കൃഷിയും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വന്നിട്ട്. ഈ വീട് നിൽക്കുന്ന നമുക്ക് 5 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് 2 കാർ വരെയുള്ള കാർ പോർച്ചും വരുന്നുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണർ വരുന്നുണ്ട്, ലൈൻ കണക്ഷൻ വരുന്നുണ്ട്. ഈ വീട് നിൽക്കുന്ന ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കതാണ്. ഇവിടെയുള്ള എല്ലാ വീടും നമുക്ക് സെയിലായിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് വീടാണ് ഈ വീട് വരുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് വന്നത് 38 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് 80% ലോണും ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് തമ്പാനൂർ പോകാൻ 12 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് പോകാൻ 15 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന നമ്മുടെ മലയൻകീഴ് ബിഷപ്പ് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് വീട് വരുന്നത്. നമുക്ക് ഇവിടുന്ന് ബസ് റൂട്ട് വരുന്നത് നമുക്കൊരു 300 മീറ്റർ മാറിയാണ് നമുക്ക് ബസ് റൂട്ട് വരുന്നത്. അപ്പോൾ അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതൊരിക്കലും എല്ലാവർക്കും ബൈ.